ആരും ഒന്നും പറയാത്തൊരവസ്ഥ. അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സദാചാര പോലീസായി മുദ്ര കുത്തപ്പെടുമോ എന്ന ഒരു ഭീതി. സാധാരണ ലൈൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മുമ്പ് കാലങ്ങളിലുള്ളൊരു യാത്രയും ഇന്നുള്ള യാത്രയിലുള്ളൊരു വ്യത്യാസം, ആ ഒരു അവിടെ നടന്ന സംഭവം കണ്ടപ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്ത ഒരു പ്രയാസം തോന്നിയൊരു സാഹചര്യമാണ് പറയാൻ പോകുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് ബസ്സിൽ കയറി, ആ ബസ്സിൽ ക്യാമ്പസ് സമയത്താണ്, സ്കൂളൊക്കെ വിടുന്ന കുട്ടികൾ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ആ ഒരു ബസ് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാവുമല്ലോ, വയസ്സായ ആൾക്കാരും മറ്റുള്ളവരൊക്കെ ഉണ്ടാവും. അങ്ങനെ കയറി കഴിഞ്ഞ് ഒരു +2+1 ലെവൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്. അവർ തമ്മിൽ സാധാരണ ഒരു ബസ്സിൽ നിന്ന്, എല്ലാവരുമുള്ളൊരു ബസ്സിൽ നിന്ന് പരസ്പരം പറയാനും കാണിക്കാനും പറ്റാത്ത രീതിയിലുള്ള സംസാരങ്ങളും പ്രവർത്തനങ്ങളൊക്കെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഇങ്ങനെ ബസ്സിൽ വെച്ചുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗം. ആരും ഒന്നും പറയാത്തൊരവസ്ഥ, അത് കാണുന്ന ആരും ഒന്നും പറയാത്ത അവസ്ഥ. അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത്തരം ഒരു സാഹചര്യം, ഒരു സന്ദർഭം കണ്ടപ്പോൾ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊരു സാഹചര്യം കാണുമ്പോൾ നമുക്കതുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായൊരു അനുഭവം പങ്കുവച്ചു. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഉൾക്കൊള്ളേണ്ട ഗുണപാഠങ്ങളും ഇന്നത്തെ കാലത്ത് നമ്മൾ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഷെയർ ചെയ്യാമെന്ന് തോന്നുന്നു. തീർച്ചയായും. ഇത് പൊതുവിൽ ബസ്സിൽ എന്ന് മാത്രമല്ല പലയിടങ്ങളിലും ഇത്തരം അനുഭവങ്ങൾ നേർക്കുനേർ കാണേണ്ട സാഹചര്യമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പൊതു ഇടങ്ങളിലടക്കം വൃത്തിഹീനമായ ഇത്തരം ഇടപെടലുകൾ ചെറുപ്രായത്തിലുള്ള കുട്ടികൾ പരസ്യമായി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന്. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഇതൊക്കെ ഒരു ലിബറലായി ചെയ്യുന്ന ആളുകൾ ചെയ്തോട്ടെ എന്ന ഒരു ചിന്ത അറിഞ്ഞോ അറിയാതെയോ കുട്ടികളിൽ വെക്കപ്പെടുന്നുണ്ട് എന്നതാണ്. ഒരു പാശ്ചാത്യൻ സംസ്കാരത്തെ ഇവിടേക്ക് ഒളിഞ്ഞും തെളിഞ്ഞും കുത്തിവെക്കാനുള്ള ശ്രമം പല ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് നമ്മുടെ കുട്ടികളെ ഇതിലേക്ക് എത്തിക്കാൻ കാരണമാകുന്നു എന്നും പറയേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ പരിഹാരം എന്നത് അവർക്ക് ധാർമ്മികത പറഞ്ഞു കൊടുക്കുക എന്നത് മാത്രമാണ്. ധാർമ്മികത പറയുമ്പോൾ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവർ എന്ന ചാപ്പകുത്തലൊക്കെ ഒരു പക്ഷേ വന്നേക്കാം. പക്ഷേ ഒരു സമൂഹത്തിൻ്റെ സന്തുലിതമായ നല്ല മുന്നോട്ട് പോക്കിന്, ഒരു കുടുംബ സംവിധാനത്തിൻ്റെ നല്ല മുന്നോട്ട് പോക്കിനൊക്കെ യഥാർത്ഥത്തിൽ നിയന്ത്രണം, ഇത്തരം വിഷയങ്ങളിലുള്ള നിയന്ത്രണം അനിവാര്യമാണ്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളെ സേഫാക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ ചെയ്യുക എന്നതാണ്. ഒരു വേള ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ ആളുകൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്ന് ചോദിച്ചാൽ കാലഘട്ടം അങ്ങനെ ആയിപ്പോയി എന്നതാണ്. പലരും അധ്യാപകരുടെ വിഷയത്തിൽ നമ്മൾ പറയാറുള്ളൊരു സംഗതിയാണല്ലോ, മക്കൾ വാപ്പയാകേണ്ട മാഷായാൽ മതി എന്ന് കുട്ടികൾ പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന അതേ സംഗതി തന്നെ ഒരുപക്ഷെ പൊതുജനങ്ങൾക്കും മനസ്സിലുണ്ടാകാം. അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സദാചാര പോലീസായി മുദ്ര കുത്തപ്പെടുമോ എന്ന ഒരു ഭീതി യഥാർത്ഥത്തിൽ പൊതുജനങ്ങൾക്കുണ്ട്. അതെ, പലപ്പോഴും എനിക്ക് അത്തരം സംഗതികൾ കാണുമ്പോൾ എനിക്ക് തോന്നിയത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസുണ്ട്. അതായത് മുമ്പൊക്കെ എന്ന് വെച്ചാൽ ആളുകൾ തെറ്റ് ചെയ്യാറുണ്ട്, പക്ഷേ തെറ്റ് ചെയ്യുമ്പോഴും അതൊരു ലജ്ജ, പരസ്യമായി ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു മനസ്ഥിതി അതിലുണ്ടാവും. ഇത് റസൂലുള്ളാഹിന്റെ ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഫഇദാ ലം തസ്തഹി ഫസ്നഉ മാ ശിഅത്, അഥവാ ലജ്ജയില്ലെങ്കിൽ തോന്നിയത് ചെയ്തോ, ഉദ്ദേശിക്കുന്നത് ചെയ്തോ എന്നുള്ളതാണ്. ഈ ലജ്ജ എന്നുള്ളൊരു സ്വഭാവം ശരിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യം ശരിക്കും ഇപ്പം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് എന്തായാലും അത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ബാക്കിയുള്ള എല്ലാ അധാർമികവും തെമ്മാടിത്തനങ്ങളും നടക്കും എന്നുള്ളത് തന്നെയാണ്. അതെ, ഇത് പൊതുജനങ്ങൾ എല്ലാവരും ഒരുപോലെ ഏറ്റെടുത്ത് ഇത്തരം അധാർമികത പ്രവർത്തനങ്ങളെ നേരിടാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. ഇത് പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും ഇതിന് പ്രത്യേകമായ ചില കേന്ദ്രങ്ങൾ കണ്ടെത്തിയുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചെറുപ്രായത്തിലുള്ള കുട്ടികൾ ഇത്തരം അശ്ലീല പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നുണ്ട്.
അവിടെ പൊതുജനങ്ങൾ ഒന്നിച്ച് ഏറ്റെടുത്ത് ഇത് പിന്നെ ഇവിടെ നടക്കില്ല അതെ എന്ന് വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ ഭാഗത്തേക്ക് ആളുകൾ തിരിയില്ല. പക്ഷേ പൊതുജനങ്ങൾ മെല്ലെ മെല്ലെ ഇതിന്ന് പുറകോട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, ശബ്ദം ശ്രവിക്കുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, നമ്മൾ നമ്മുടെ മക്കളെ മാതൃകാപരമായി വളർത്താനും ഇത്തരം വിഷയങ്ങളിൽ ഉത്ബുദ്ധരായി അവരെ പരിവർത്തിച്ച് എടുക്കാനുള്ള സ്റ്റെപ്പുകൾ എടുക്കുക എന്നത് തന്നെയാണ്. അവരെ ഈ ഒരു മദ്രസ പ്രായം കഴിഞ്ഞാൽ പിന്നെ സ്കൂളുകളിലേക്ക് അങ്ങോട്ട് വിടുന്നു. പിന്നെ അവർക്കൊരു ധാർമ്മികമായ ഒരു പരിസരമോ ചുറ്റുപാടോ ഇല്ലാതെ ഉപദേശങ്ങളോ കിട്ടാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർ ചില സാഹചര്യങ്ങളിൽ ചെന്നുപെടുമ്പോൾ ഇത്തരം തിന്മകളിൽ ചെന്നുപെടും. അതെ, എന്തായാലും നിങ്ങൾ പറഞ്ഞ പോലെ ഇത് ശരിക്ക് പാലിക്കുന്ന ചില ക്യാമ്പസുകളും പാലിക്കുന്ന ആളുകളും ഇന്നുണ്ട് എന്നുള്ളതും നമ്മൾ വിസ്മരിച്ചുകൂടാ. അതെ അതെ, അത് സന്തോഷം നൽകുന്ന കാര്യമാണ്. നമ്മൾ ക്യാമ്പസിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ചില കുട്ടികൾ ഒരു പിന്നെ ആരുടെ മുമ്പിലും അങ്ങനെ വിട്ടുകൊടുക്കാതെ നമുക്ക് തോന്നും തൻ്റെ ഇടത്തോടുകൂടി ആ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. അത് നൽകുന്ന അവരുടെ ഒരു പരിസരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരൊരു ധാർമ്മിക പരിസരത്ത് നിന്ന് വരുന്നതായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ആവർത്തിച്ച് പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് ധാർമ്മികമായ അന്തരീക്ഷത്തിൽ അവരെ വളർത്താൻ ശ്രമിക്കുകയും CRE പോലെയുള്ള സംവിധാനങ്ങൾ മദ്രസയോടുകൂടി അവസാനിക്കരുത്. CRE പോലെയുള്ള സംവിധാനങ്ങളിലേക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വിടണം. അതുപോലെ തന്നെ കഴിയുന്ന സാഹചര്യങ്ങളിൽ ഖുതുബകളിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടാകണം. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ കഴിയുന്ന സാഹചര്യങ്ങളിൽ ഖുതുബകളിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടാകണം. വെക്കേഷൻ ഈ മദ്രസ വെക്കേഷൻ സമയത്തുള്ള ഈ മദ്രസയിലൊക്കെ പ്രത്യേകം പങ്കെടുക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് ഷെയർ ചെയ്യാം. അതെ,